എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചു കാലമായിട്ട് ഒരു കോണ്ടാക്റ്റിലും ഇല്ലാതെ അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന ചില സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയി നിൽക്കുന്ന ചില പേഴ്സൺസോ ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ട് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് മേ ബി അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളെ കോണ്ടാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഒക്കെ ഇന്നത്തെ കാലത്ത് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോടും നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മളെല്ലാവരെയും അറിയിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരാളെ കണ്ടാൽ പോലും ഇത്ര കാലമായാലും കണ്ടിട്ട് എന്നുള്ള ഒരു തോന്നൽ വരുന്നില്ല. കാരണം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണത്. പക്ഷേ എങ്ങനെയൊക്കെ കണ്ടാലും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പേഴ്സണലി അവരോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു മൊമെന്റ് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് മാറ്റാൻ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സാധിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചെന്നിട്ട് എല്ലാ ആൾക്കാരോടും സംസാരിച്ച് നടക്കണോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചിലത് നമുക്ക് തന്നെ തോന്നും ചില പോയിന്റ്സിൽ സംസാരിച്ചാൽ കൊള്ളായിരുന്നു എന്ന്. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു വേൾഡ് വന്നതിന് ശേഷം എല്ലാവരുടെയും വിവരങ്ങൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നീക്കുമ്പോൾ കാണുന്നത് കൊണ്ട് തന്നെ ഒരാളോട് ഒരു വിശേഷം ചോദിക്കാനോ സംസാരിക്കാനോ ഒക്കെ മടിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. റീസെന്റ് ഇങ്ങനെ 1-2 പേഴ്സണൽ മെസ്സേജസ് എനിക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തോട്ടിനെ പറ്റിയിട്ട് ചിന്തിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോംസിലും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് കമന്റ്സ് അതിൽ സാധാരണഗതിയിൽ വരാറുണ്ട്. നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ അതിൽ കമന്റ് ചെയ്യുന്നതൊക്കെ കാണുന്നത് വളരെ സന്തോഷമാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരാൾ പേഴ്സണലി എഫേർട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നീ ഈ ചെയ്ത കാര്യം വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ഒന്നും കൂടി ബെറ്റർ ആക്കാമായിരുന്നു, നിന്റെ ഈ ഫോട്ടോ വളരെ നന്നായിരുന്നു എന്നൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ട് തന്നെ ആവുമല്ലോ ഒരാള് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പേഴ്സണലി ഉള്ള മെസ്സേജസ് വന്ന് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ടിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നമുക്കിത് സംസാരിച്ചു കൂടാ എന്നുള്ളത്, അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം എത്രയാന്നുള്ളത് ശരിക്കും അനുഭവിച്ചറിയുമ്പോഴാണ് അത് ശരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഒരു തോട്ടാണ് എന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ എഫേർട്ടിലൂടെ നമുക്ക് ചില നല്ല റിലേഷൻസ് വളരെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും സംസാരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ദിവസേന കോൾ ചെയ്യലോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ പ്രീഷ്യസ് ആയിട്ടും വളരെ ഹാപ്പിനെസ് തരുന്നതുമായിരിക്കും. അപ്പോൾ സംസാരിക്കുക. ചിലതൊക്കെ നമുക്ക് തോന്നുമ്പോൾ ആ ആളോട് അത് തുറന്നങ്ങ് പറയുക. ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ തീരും, എന്നാലും അതങ്ങ് പറയുക, സംസാരിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു.